അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, തെല്ലി ദിവസങ്ങളോളായി നമ്മൾ ക്ലാസ്സിൽ പ്രവേശിച്ചിട്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. കാരണം ക്ലാസ് എടുക്കാൻ പ്രയാസമായതുകൊണ്ടിട്ടല്ല, എങ്കിലും അത് പറയുന്നത് തിരിയണമല്ലോ. തിരിയാതെ പറഞ്ഞത് തന്നെ പിന്നെയും ചോദിച്ചു കൊണ്ടിട്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായത് കൊണ്ടിട്ട് ആണ് രണ്ടാമതും അത് ആ വീഡിയോ 5 വരേക്കുള്ള വീഡിയോ ഒന്ന് വിടാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 വിട്ട് ഞാനും കണ്ടു. അതോടുകൂടെ ഇനി 2 കൂടിയും വിടാനുണ്ട്. അത് പെട്ടെന്ന് തയ്യിബ് തങ്ങളാണ്, ബഹുമാനപ്പെട്ട തയ്യിബ് തങ്ങളാണ് ഇതൊക്കെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അടുത്ത് വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടെ അത് കഴിഞ്ഞാൽ ഈ വീഡിയോ, ഈ 6ാമത്തെ ക്ലാസ്, ഇത് 6ാമത്തെ ക്ലാസ്സാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും അത് മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. അല്ലാതെ തിരിയാത്ത പിന്നെ വന്നാൽ എന്നാൽ ലെഫ്റ്റ് അടിച്ച് പോവുക. നമുക്കിപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് പിന്നെ കുറ്റിയടിച്ച് അൽഫാത്തിഹ എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ചിന്താഗതിയിലെത്തരുത്. ഇൽമു പഠിക്കുമ്പോൾ അതത്ര വേണ്ട എന്ന് കരുതരുത്. എന്ന് കരുതാതെ അത് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞ്, അതൊന്നും വിശദീകരിച്ചിട്ടില്ല വേണ്ടതുപോലെ. കണക്ക്, കണവ്, ദാനം, ദിശ. ഈ കണവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 100/400, പഴയ കാലത്ത് അതേ 90/360 മട്ടക്കോൺ. ആ തിയറിയാണ് ഈ കണവ് എന്ന് പറഞ്ഞത്. ആ കണവിൻ്റെ കാര്യത്തിൽ ഇത് BC 500 ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ പൈതോക്കോറസ് തിയറിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തമായ നിലവാരം കണ്ടുപിടിച്ച് അത് ജനങ്ങളിൽ പരത്തിയത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ പൈതോക്കോറസ് തിയറി, അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് കർണം സ്ക്വയർ ഈക്വൽ പാദം സ്ക്വയർ പ്ലസ് ലംബം. ഇതിൻ്റെ അളവുകൾ, അതായത് കർണം നേരെ ഒരു വര, അതിന് ഒരു വര നേരെ തായം കൊടുത്താൽ പാദം, അത് രണ്ടിനും കൂടി തൊടിക്കുന്ന ഒരു വരക്കാണ് കർണം എന്ന് പറയുന്നത്. പഴയ കാലത്ത് ആശാരിമാരൊക്കെ 14 വിരൽ, അതായത് വിരൽ എന്ന് പറയുന്ന സാധനം, കോലി ഇതാണ്, ആശാരിക്കോലാണിത്. കോലിത ആശാരിക്കോല്. ഇത് 24 വിരലാണ്. അതിനൊരു വലിയ കണക്കുകളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല, കാരണം എല്ലാം കൂടി തലയിൽ കയറാതാവുമ്പോൾ ലെഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പണി ഞാൻ ഇപ്പോൾ ചെയ്യണില്ല. ഇതിൽ ഇതുണ്ടോ, ഇതിൻ്റെ ഓരോ വര, ഇത് 1 വിരൽ, 2 വിരൽ, 3 വിരൽ, 4 വിരൽ, ഉണ്ടോ, 5 വിരൽ, 6 വിരൽ. 6 വിരലിൻ്റെ ഇവിടെ ഒരു വര കണ്ടോ, ഒരു റൗണ്ട് വര. ഇങ്ങനത്തെ 4 24 വിരലാണ് ഈ ഒരു കോല്. ഈ കോലിന് 17 വിരൽ കർണത്തിലും, അല്ല 17 വിരൽ ലംബത്തിലും 17 വിരൽ പാദവും വെച്ചാൽ, ആശാരിമാർ എടുത്തിരുന്ന കണക്കാണ് ഈ പറയുന്നത്. അത് രണ്ടും കൂടിയും തൊടിച്ച് 24 വിരൽ കർണം വെച്ചാൽ അതാണ് മൂല തിരിക്കൽ.
ഇനി ഞാൻ വിശദീകരിച്ച് ഇത് അതിനാണല്ലോ ആദ്യം പൈതോകോറസിൻ്റെ തിയറി പറഞ്ഞത്. ആശാരിമാർ ഇങ്ങനെ തിരിക്കല്. എന്നാൽ തന്നെ അത് ഈ 17 വന്നാൽ ഈ കർണത്തിൽ 24 ആണ് ഓല് വെച്ച് നോക്കുന്നത്. പക്ഷേ 24.04 വരണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥത്തിലെത്തുള്ളൂ. ഇനി ഇതൊന്നും ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയാവുന്ന ഒരു ഭാഷയിൽ ഇൻഷാ അല്ലാഹ് ഞാനത് സംസാരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പറഞ്ഞ കണവ് എന്ന് പറഞ്ഞത്. ഇത് തന്നെ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 6 മിനിറ്റോളാണ് ഇപ്പോൾ ഈ വീഡിയോ ആയത്. അത് അനുസരിച്ചാണ് പഴയ ഈ പലക, ഇതൊക്കെ നമ്മൾ തന്നെയാണ് വേണ്ട. ഇപ്പോൾ ആ പലകക്ക് വ്യത്യാസപ്പെട്ടിട്ട് ചെറിയ ചെറിയ ആവശ്യത്തിന് ഇങ്ങനെ മറ്റീന് മട്ടപ്പലക എന്ന് പറയും, ഇത് മട്ട. ഇത് വെച്ചിട്ടാണ് ആശാരി ഇപ്പോൾ മുഴുവൻ വരക്കൽ. ഞാനും വരക്കൽ അങ്ങനെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് തരാവുന്ന ഈ സ്ഥാനനിർണ്ണയിക്കുന്ന റെഡി റെക്കനർ ഉണ്ടല്ലോ, അതൊക്കെ ഇത് വെച്ച് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് കുഴിച്ചിട്ട് ലെവൽ ചെയ്തതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ഇനി ഞാൻ പെട്ടെന്ന് തിരിയുന്ന ഭാഷയിൽ 2ാമത്തെ ക്ലാസ്, ഇതിലിപ്പോൾ ഇത് 6ാമത്തെ ക്ലാസ്, 7ാമത്തെ ക്ലാസ്സിൽ ഇതിനെ ഒന്നും കൂടി ഞാൻ വിശദീകരിക്കും. ഈ 6 മിനിറ്റോട് കൂടെ ഞാൻ 7 മിനിറ്റോളമായി. ഇതോടുകൂടെ ഇപ്പം തൽക്കാലം ഞാൻ ഈ ക്ലാസ് നിർത്തുകയാണ്. അതുകൊണ്ടിട്ട് ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് മനസ്സിലാകാത്തത് ചോദിച്ചിട്ട് 7ാമത്തെ ക്ലാസ് ഞാൻ ഇതിനെപ്പറ്റി തന്നെ എടുക്കും. അതായത് കണവിനെ പറ്റി, കണക്ക്, കണവ്, ദാനം, ദിശ, കണവിനെ പറ്റി. ഇനി ഓരോന്നിൽക്ക് ഇറങ്ങുമ്പോൾ വിശാലമായ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്, വിശാലമായ ഭാഗം പറയാനുണ്ട്. പക്ഷേ അത്രയും പഠിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് താനം നോക്കിയിട്ട് ഇപ്പം തന്നെ നമുക്ക് നടക്കണം എന്നാണ് ഓരോരുത്തരും ചിന്താഗതി. പക്ഷേ അതിന് നമ്മൾ കിതാബ് ഓതുന്ന സമയത്ത് നമ്മളിപ്പം തന്നെ കിതാബ് വായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നഹ്വ്, സെർഫ്, അഖീദ അതും ഇതൊക്കെ പഠിച്ചണം. നഹ്വും സെർഫും നിർബന്ധമായിട്ടും പഠിച്ചണം. പിന്നെ മാനി മന്ദിക്കും അതൊന്നും ഇല്ലാതെ അവിടേക്കാണ് കടന്നാൽ അവിടെ ഒരു പിടുത്തം കിട്ടില്ല. പിന്നെ അൽഫാത്തിയ ഓതി ദ്വാരക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് പഠിച്ചോ ഖൈറിലാക്കട്ടെ. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. എല്ലാവർക്കും പഠിക്കാനുള്ള തൗഫീക്കും അല്ലാഹു ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.